അപ്പോൾ ഞാൻ വേറൊരു ഇതും കൂടി തന്നിട്ടുണ്ട്. അമീർ ഖാൻ്റെ ഒരു ഫിലിം സ്റ്റോറി, അതായത് താരേ ജമീൻ പ ഫിലിം സമീക്ഷ. അപ്പോൾ ഫിലിം സമീക്ഷ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ബ്ലാക്കിലെ ഫിലിം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫിലിമിൽ എഴുതാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് താരേ ജമീൻ पर എഴുതുവാണെങ്കിൽ അതിൻ്റെ സ്റ്റോറി ഞാൻ തന്നെ പറഞ്ഞു തന്നേക്കാം. बच्चे ओस की बूंदों की तरह एकदम शुद्ध और पवित्र होते हैं. वे कल के नागरिक हैं, लेकिन बच्चों के അനുശാസൻ के नाम पर दंड देना पड़ता. അപ്പോൾ ആ ഒരു ഫിലിം സ്റ്റോറിയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ കുട്ടികൾ മഞ്ഞുതുള്ളികൾ പോലെ ശുദ്ധവും പവിത്രവുമാണ്. കുട്ടികളുടെ ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത് മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അമീർ ഖാനാണ്. അപ്പോൾ എന്താണ് കുട്ടീനെ കുറിച്ച് പറയുന്നത്, കുട്ടികളുടെ ആ ഒരു ക്യാരക്ടർ അതിൻ്റെ അകത്ത് പറയുന്നത്. അവർ നാളത്തെ പൗരന്മാരാണ്. പക്ഷെ എന്താണ്, അച്ചടക്കത്തിൻ്റെ പേരിൽ കുട്ടികൾക്ക് കടുത്ത നിയന്ത്രണം കഴിയേണ്ടത് വരുന്ന സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 8 वर्ष ईशान का मन पढ़ाई के बजाय कुत्तों मछली और पेंटिंग में लगता. അപ്പോൾ ഒരു 8 വർഷമുള്ള ഈശാൻ എന്നുള്ളൊരു കുട്ടിയുടെ സ്റ്റോറിയാണ്. അവൻ്റെ മനസ്സ് പഠിത്തത്തെ കൂടാണ്ട് എന്താണ്, പണത്തിനപ്പുറം നായകൾ, മത്സ്യങ്ങൾ, പെയിൻറ്റിങ് എന്നിവയാണ് അവന് കൂടുതൽ ഇൻട്രസ്റ്റിങ്. പഠിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, കൂടുതലും ഈ പുറത്തുള്ള പഠനത്തിനപ്പുറമുള്ള കാര്യങ്ങളിലോട്ടാണ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയുടെ ഒരു ചെറിയ സ്റ്റോറിയാണ് ഇതിൻ്റെ അകത്ത്. लेकिन अदायद उसके माता पिता चाहते हैं कि वो अपनी पढ़ाई पर ध्यान दे, लेकिन कोई फल नहीं होता. അപ്പോൾ അവൻ്റെ അച്ഛനമ്മയ്ക്ക് എന്താണ് ആഗ്രഹം, അവനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണമെന്ന്. പക്ഷേ ഒരു ഫലവും ഇല്ല. കുട്ടിക്ക് പഠിക്കാനല്ല, അല്ലാത്ത കുറേ ആക്ടിവിറ്റീസിലായിരുന്നു അവന് താല്പര്യം. ഈശാൻ എന്നാണ് കുട്ടിയുടെ പേര്. ഈശാൻ ഘർ पर माता पिता की डांट खाता है और स्कूल में शिक्षा. അപ്പോൾ വീട്ടിലാണെങ്കിൽ അച്ഛൻ അമ്മമ്മയുടെ വഴക്കും, സ്കൂളിലാണെങ്കിൽ അധ്യാപകരുടെ വഴക്കും. അങ്ങനെയാണ് ആ കുട്ടി പോയിക്കൊണ്ടിരുന്നത്. कोई भी वह जानने का श्रम नहीं करता कि ईशान पढ़ाई पर ध्यान क्यों नहीं दे रहा है. അപ്പോൾ ആരും അവനെ മനസ്സിലാക്കിയിരുന്നില്ല. ഈശാൻ എന്തുകൊണ്ടാണ് പഠിക്കാൻ ശ്രദ്ധിക്കാഞ്ഞത് എന്നുള്ളത് ആരും മനസ്സിലാക്കിയിരുന്നില്ല. इसके बदले वे ईशान को बोर्डिंग स्कूल भेज देते. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ വീട്ടുകാരെന്ത് ചെയ്തു, ഈശാനെ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കുകയാണ്. സന്തുഷ്ട ഈശാൻ വഹാം ജാക്കർ മൂർച്ഛ സന്തുഷ്ടയായിരുന്നു, അതായത് സന്തോഷി നടന്ന ഈശാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ആ കൊച്ചി ഭയങ്കര ഡിപ്രഷനിലാകുകയാണ്. അപ്പോൾ ഹമേഷ സഹമ और ഉദാസ് രഹന. അപ്പോൾ എപ്പോഴും പിന്നെന്താണ്, ബോർഡിംഗ് സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് ഈശാൻ എന്താണ് എപ്പോഴും മൂകമായിട്ട്, ഉദാസമായിട്ട്, അതായത് ഡിപ്രഷൻ മൂഡിലേക്ക് പോയി ആ കുട്ടി. ഉസ് പർ നിഹാ ജാതി ഹേ ആർട്ട് ടീച്ചർ രമേശ് ശങ്കർ നികുംബ്. അങ്ങനെ അവിടെ ഒരു ആർട്ട് ടീച്ചർ ഉണ്ടായിരുന്നു. ആ റോൾ അഭിനയിക്കുന്നത് അമീർ ഖാൻ ആയിരുന്നു. അപ്പം നികുംബ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അതിൻ്റെ അകത്ത്. निकुंब उसकी उदासी का पता लगते हैं और उसे उन्हें पता चलता है ईशान बहुत प्रतिभाशाली लेकिन ഡിസ്ലെക്സിയ की बीमारी से पीड़ित है. അതായത് നികുംബിന്, അതായത് ആ ക്യാരക്ടറായ ഒരു ടീച്ചറായിരുന്നു നികുംബ് എന്ന് പറഞ്ഞാൽ അമീർ ഖാൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവൻ വളരെ കഴിവുള്ളൊരു കുട്ടിയാണ്. പക്ഷേ എന്താണ്, ആ കുട്ടിക്ക് ഡിസ്ലെക്സിയ എന്നൊരു ബീമാരി, ഒരു അസുഖത്തിൻ്റെ പേരാണ്. ആ അസുഖം ഈ കൊച്ചിന് പിടിപെട്ടിട്ടുണ്ട്. ഉസെ അക്ഷരവും പഠനയമേ തക്ലീഫ് ഹോത്തി. അപ്പോൾ ആ അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരങ്ങൾ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. अपने प्यार और दुलार से निकुंब निशान के अंदर छिपी प्रतिभा को सबके सामने लाते. പക്ഷേ തൻ്റെ സ്നേഹത്താലും അതായത് കഠിന പരിശ്രമത്താലും നികുംബ്, അതായത് ഈ വ്യക്തി ടീച്ചർ ഇഷാൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ കുട്ടീനെ അവൻ്റെ ആ ജീവിതത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനാണ് അമീർ ഖാൻ എന്നൊരു വ്യക്തി, അതൊരു ആർട്ട് ടീച്ചറായിരുന്നു. ആ ടീച്ചറാണ് ഈ കുട്ടിയെ മനസ്സിലാക്കി ഇവൻ്റെ കഴിവുകളെയൊക്കെ വളർത്താൻ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ആ ഫിലിമിലെ സ്റ്റോറി നിങ്ങളെ. അപ്പോൾ നിങ്ങളെ ഏകദേശം കാണണമെങ്കിൽ നിങ്ങൾ താരേ ജമീൻ പർ ഫിലിം ഒന്ന് കണ്ടാൽ മതി, അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ അകത്ത് അഭിനയത്തെ. അപ്പോൾ അതൊരു സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്റ്റോറി ഇതേപോലെ ഹിന്ദിയിലേക്കാക്കി എഴുതാം. അപ്പം എന്താണ്, കഹാനി സരൾ ഹേ പഡ്കഥ കി ബുനാവട്ട് ഏകദം ചുസ്ത് ഹേ. അപ്പം എന്താണ്, സ്റ്റോറി വളരെ സരളമാണ്, അതായത് വളരെ എളുപ്പമാണ്. അപ്പം തിരക്കഥയൊക്കെ പറഞ്ഞത് ഒരു തരം എന്താ പറയുക, ഭയങ്കര സാമർഥ്യമുള്ള വിദഗ്ധമായ രീതിയിലാണ് ആ സ്ക്രീനിലൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദിൽക്കു ചൂനേവാല, അത് മനസ്സിനെ സ്പർശിക്കുന്നവയാണ്. ഈശാൻ ക സ്കൂൾ സെ ഭാഗർ സടക്കോ പർ ഘൂമന. അപ്പം ഈശാൻ എന്താണ്, സ്കൂളിൽ നിന്ന് ഓടിപ്പോയി പുറത്ത് റോഡിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക. താസി ഹവാമി ശ്വാസ് ലേന, സ്വതന്ത്രമായ അത് പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിക്കുക. ബിൽഡിംഗ്
കളർ ഹോത്തെ ദേ, ഓരോ ബിൽഡിങ്ങിന് പെയിൻ്റ് ഒക്കെ അടിച്ചതൊക്കെ നോക്കുക. ഫുട്പാത്ത് पर रहने वाले बच्चों को आसानी से खेलते रहकर उदास होना. അപ്പോൾ ഈ ഫുട്പാത്തിൽ തെരുവിലൊക്കെ കളിക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് അവരുടെ ഫ്രീഡം കണ്ടിട്ട് ഇവന് ഭയങ്കര ഉദാസം, ഡിപ്രഷൻ ആകുക. ബർഫ് ക ലഡ്ഡു ഖാന, തണുത്ത ലഡ്ഡു തിന്നുക. ജൈസെ ദൃശ്യം കോ ദേഖ്തെ, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ലോഗോं के बचपन की याद ताज़ी हो जाए. അപ്പോൾ ആളുകൾക്ക് അവരുടെ കുട്ടിക്കാലം പെട്ടെന്ന് ഓർമ്മ വരും. ഇതൊക്കെയാണ് ഈശാൻ ആ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈശാൻ്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് പോകും. അതാണ് ഈ ഫിലിമിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഏതാണ്? താരെ സമീൻ പർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2 സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബ്ലാക്കിൻ്റെ സ്റ്റോറിയും ഒന്ന് താരെ സമീൻ പർ. അപ്പോൾ ഏതെങ്കിലും സ്റ്റോറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വേറൊരു സ്റ്റോറിയോ നിങ്ങൾക്ക് എക്സാമിന് എഴുതാം. അത് എക്സാം ചോദിക്കുമ്പോൾ ഫിലിം സമീക്ഷ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്റ്റോറി പഠിച്ചിട്ട് എഴുതാം. ഓക്കെ എന്നാൽ.